പരിശുദ്ധ പരമദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 3-ാം തീയതി ഞായറാഴ്ച, കർത്താവിന് പ്രതിഷ്ഠിതമായിരുന്ന ദിവസം ഏറ്റവും ഭക്തിയോടും ഒരുക്കത്തോടുകൂടെ ദിവ്യബലിയിൽ പങ്കുചേരാനും വചനം വായിക്കാനും ഈശോയ്ക്ക് ചേർന്ന പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനും ഇന്ന് പരിശ്രമിക്കാം. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 4-ാം വചനം ധ്യാനിക്കാം. മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. 72 പേരെ അയക്കുമ്പോൾ അവർക്കായി നൽകുന്ന നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ വചന പശ്ചാത്തലം. ഒരു ക്രിസ്തു ശിഷ്യനെ അവൻ്റെ ആത്മീയ മുന്നേറ്റത്തിൽ നിന്നും പിൻവലിപ്പിക്കുവാൻ കഴിവുള്ള 3 കാര്യങ്ങളാണ് അത് അവൻ ഉപേക്ഷിക്കണം എന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്. 1, പണത്തോടുള്ള അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ ഒരു അടുപ്പം. 2, ഭൗതിക വസ്തുക്കളോടും ഭക്ഷണത്തോടുമുള്ള ഒരു അടുപ്പം, അതാണ് സഞ്ചി. ഞാൻ എല്ലാം തികഞ്ഞവനാണ്, സുരക്ഷിതനാണെന്നുള്ള ചിന്ത, അതാണ് ചെരുപ്പ്. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ സമ്പത്തെന്ന തിരിച്ചറിവോടെ അങ്ങയിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. ഇന്ന് പ്രത്യേകമായി ജോലി സംബന്ധമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.